അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 171. ആൻറ്റി, ഹോസ്പിറ്റലിലേക്ക് മാറ്റാതെ പറ്റില്ല അല്ലേ? ബെഡിൽ ബോധമില്ലാതെ കിടക്കുന്ന സുരഭിയെ നോക്കി അഗ്നി പത്മജിയോട് ചോദിച്ചു. സുരഭിയുടെ ശരീരത്തിൽ ബെൽറ്റ് കൊണ്ട പാടെല്ലാം നന്നായി വീങ്ങിയിട്ടുണ്ട്. കൂടാതെ നെറ്റിയിലെ മുറിവ് അത് വെറുതെ ഒന്ന് കെട്ടിവെച്ചിട്ടേ ഉള്ളൂ. എല്ലാം നോക്കി അഗ്നി ഒന്ന് നിശ്വസിച്ചു. സൗബി കരയാൻ പോലും മറന്ന് ചുമരിലേക്ക് ചാരി പേടിയോടെ നിൽക്കുന്നുണ്ട്. പത്മജ അഗ്നിയെ തുറച്ചു നോക്കി. അന്നും ഈ കുട്ടിയെ തല്ലിച്ചതച്ചിട്ടപ്പോ ഞാൻ നിന്നെ വോൺ ചെയ്തത് അഗ്നി, ഇത് കേസാവൂന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് ഈ കുട്ടി നിന്നോടുള്ള പേടി കൊണ്ട് കേസിനൊന്നും മുതിർന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ കുട്ടിയുടെ കണ്ടീഷൻ നീ കരുതുന്നതിലപ്പുറ. പത്മജ പറഞ്ഞതും അഗ്നി ഒന്നും മിണ്ടാതെ അവര് പറയുന്നത് കേട്ടു നിന്നു. വായിലെ 2 പല്ല് പോയിട്ടുണ്ട്. അതും മുഴുവനായി പോവാതെ ബാക്കി വായ്ക്കകത്ത് തന്നെയുണ്ട്. പിന്നെ വായുടെ അകം മൊത്തം പൊട്ടിയിട്ടുമുണ്ട്. ചുണ്ട് കണ്ടില്ലേ പൊട്ടിയിരിക്കുന്നെ? പിന്നെ മുഖം മൊത്തം നീരാ. മുഖത്ത് മാത്രല്ല, ശരീരം മുഴുവനും. പത്മജ ഓരോന്നായി പറഞ്ഞു. അത്രയുള്ളോ? അഗ്നി ചോദിച്ചതും പത്മജ അവനെ നോക്കി പല്ല് കടിച്ചു. അല്ല, നെറ്റിയിലെ ബ്ലഡ് വരുന്നത് ഇപ്പോഴും നിന്നിട്ടില്ല. അത് സ്റ്റിച്ച് ഇടാതെ പറ്റില്ല. പിന്നെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ തലയ്ക്ക് പുറകിലും മുറിവുണ്ട്. അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഇവിടം കൊണ്ട് നിൽക്കില്ല. പത്മജ ദേഷ്യത്തോടെയാണ് ഓരോന്നായി പറയുന്നത്. പൊന്നും മീനും പേടിയോടെ കൈകൾ പരസ്പരം കോർത്തു പിടിച്ചു. സുരഭി കാരണം ജ്വാലയും അഗ്നിയും കുടുങ്ങുമോ എന്നുള്ള ഭയമായിരുന്നു അവരിൽ. ഉം പത്മജ പറയുന്നതെല്ലാം കേട്ട ശേഷം അഗ്നി മൂളി. എന്തും? എന്താ അഗ്നി, നിനക്ക് കാര്യത്തിന്റെ സീരിയസ്നെസ് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? ഒരു പെൺകുട്ടി ഇതുപോലെ തല്ലിച്ചതച്ചിട്ടിരിക്കുന്നേ. ഇവൾക്ക് വല്ലതും പറ്റിപ്പോയാ നീ കുടുങ്ങും. പത്മജ പല്ല് കടിച്ചു. എടോ, താനിങ്ങനെ ദേഷ്യപ്പെടല്ലേ? പ്രവീൺ പത്മജയെ സമാധാനിപ്പിച്ചു. പിന്നെ പ്രവീൺ കാണുന്നില്ലേ ഇത്? നോക്ക് ഈ കുട്ടിയുടെ അവസ്ഥ. തീർത്ത് കളയേണ്ട ജന്മ തീർന്നില്ലല്ലോ, തീർക്കാൻ പറ്റിയില്ലല്ലോ. ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ ആന്റി. അഗ്നി കൂസലില്ലാതെ പറഞ്ഞു. അഗ്നി, പത്മജ വിളിച്ചു. ആന്റിക്ക് ഇവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാ, വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്ക. പിന്നെ കേസ്, അതിനെക്കുറിച്ചൊന്നും ഞാൻ വറീഡ് ആവുന്നില്ല. അവൻ പറഞ്ഞു. ഓ, നിന്റെ കൂട്ടുകാരനാണല്ലോ അല്ലേ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ? അതിന്റെ ധൈര്യമായിരിക്കും. പത്മജ പുച്ഛിച്ചതും അഗ്നി ചിരിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. എന്തായാലും ആന്റി ഇവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്നല്ലേ പറഞ്ഞ്? അപ്പു ചെല്ല്, അച്ഛനോടും പറയാ. നിന്റെ കാറിൽ കൊണ്ടുപോയാൽ മതി ഇവളെ. കുഞ്ഞനിങ്ങനെ കിടക്കുമ്പോ എനിക്ക് വരാൻ പറ്റില്ല. ശരിയേട്ടാ, അപ്പു സമ്മതിച്ചു. ഞാനും പോവാ അഗ്നിയേട്ടാ, വല്ല ആവശ്യവും വന്നാലോ? പൊന്നു പറഞ്ഞു. അത് ഈ രാത്രിയില്. അഗ്നി മുഖം ചുളിച്ചു. അത് സാരല്ല, അപ്പേട്ടനുണ്ടല്ലോ. പൊന്നു പുഞ്ചിരിച്ചു. ഉം എന്നാ അങ്ങനെ ആവട്ടെ. മീനു, എന്നാ നീ കൂടി ചെല്ല്. കുഞ്ഞിനോടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ വരാം അങ്ങോട്ട്. അഗ്നി മീനുവിനോട് പറഞ്ഞതും അവള് തലയാട്ടി. ഞാൻ കൂടി? പേടിയോടെ സൗബി ചോദിച്ചു. വേണ്ട. പെട്ടെന്ന് തന്നെ അഗ്നിയുടെ മറുപടിയും വന്നു. സൗബി പേടിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇവള് ചാവാനൊന്നും പോകുന്നില്ല. നാളെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയാലും ഇല്ലെങ്കിലും ഇവളെ ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോഴേക്കും രണ്ടിനെയും ഡ്രസ്സ് എന്തൊക്കെയാന്ന് വെച്ചാ എടുത്തു വെച്ചേക്കണം. മനസ്സിലായോടി? അഗ്നി ഗൗരവത്തെ ചോദിച്ചു. സൗബി പേടിയോടെ അവനെ നോക്കി തലയാട്ടി. എന്നാ പോയി കിടക്കാൻ നോക്ക്. അവൻ പറഞ്ഞതും സൗബി പെട്ടെന്ന് താഴേക്ക് പോയി. അഗ്നി അപ്പൂനെ നോക്കി. അവൻ പെട്ടെന്ന് സുരഭിക്ക് അടുത്തേക്ക് പോയി അവളെ കൈകളിൽ കോരിയെടുത്തു. വേദനയിൽ അവളൊന്ന് ഞെരങ്ങി. മീനു, പോയി അച്ഛനോട് കൂടി വരാൻ പറ. അഗ്നി മീനുവിനോട് പറഞ്ഞു. മീനു പെട്ടെന്ന് അഗ്നിയുടെ റൂമിലേക്ക് ഓടി. സുരഭിയും കയ്യിൽ കോരിയെടുത്ത് നിൽക്കുന്ന അപ്പൂനെ പൊന്നു മുഖം വീർപ്പിച്ചു നോക്കി. താൻ സുരഭി എടുത്തത് അവൾക്ക് അത്ര ഇഷ്ടായിട്ടില്ല എന്ന് മനസ്സിലായിട്ടും അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. പൊന്നു ചുണ്ടു പിളർത്തി. നീ പോയി എന്റെ റൂമിൽ നിന്ന് കാറിന്റെ കീ എടുത്തിട്ട് വാ. അപ്പു പറഞ്ഞതും പൊന്നു തലയാട്ടി പെട്ടെന്ന് അപ്പുവിന്റെ റൂമിലേക്ക് പോയി. അപ്പു അഗ്നിയെ നോക്കി തലയാട്ടി താഴേക്ക് നടന്നു. അപ്പോഴേക്കും മോഹനും ഇറങ്ങി വന്നിരുന്നു. പൊന്നു കാറിന്റെ കീയെടുത്ത് മീനുവിനെ കൂട്ടി അവർക്കൊപ്പം പോയി. അഗ്നി പത്മജയെ ഒന്ന് നോക്കി. ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട് പത്മജ. അഗ്നി ചിരിയോടെ അവരുടെ തോളിലൂടെ കൈയിട്ടു. അത് കണ്ട് പ്രവീൺ ചിരിച്ചു. മാറിപ്പോടാ നീ. പത്മജ മുഖം വീർപ്പിച്ചു. എന്റെ പൊന്നാന്റി, ആ പോയ ജന്തുവിന് ഇതൊന്നും ചെയ്താ പോരാ. അവളെന്റെ കുഞ്ഞിനെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയോ? അവസാനം എന്നെ കൊല്ലാൻ വരെ നോക്കി. എന്നിട്ടും മതിയാവാതെ എന്റെ കുഞ്ഞിനെ കുറിച്ച് അവളുടെ നാവിന്ന് അല്പം മുൻപ് വന്നത് എന്തൊക്കെയാന്ന് ആന്റിക്ക് അറിയോ? അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പത്മജ അവന്റെ മുഖത്തേക്ക് നോക്കി. കൊന്നേനെ ഞാൻ അവളെ. പക്ഷെ അങ്ങനെ അവള് തീരരുത്. അതുകൊണ്ട് മാത്രാ ഞാൻ അവളെ ബാക്കി വെച്ചേ. പക്ഷെ എന്നെ കൊല്ലാൻ നോക്കിയതിന് പിന്നിൽ സുരഭിക്കും പങ്കുണ്ടെന്ന് അറിഞ്ഞപ്പോ കുഞ്ഞിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ അവള് ബെൽറ്റ് വെച്ച്. അങ്ങനൊരു നീക്കം ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. അഗ്നി പറഞ്ഞു നിർത്തി. എന്നാലും ആ പെണ്ണിത് കേസാക്കിയാലോ അഗ്നി? പത്മജ അഗ്നിയുടെ മുഖത്തേക്ക് ആദിയോടെ നോക്കി. അതൊന്നും ഉണ്ടാവില്ല. അതൊന്നോർത്ത് ആന്റി ടെൻഷൻ ആവണ്ട. അവൻ അവരുടെ കവിളിൽ പിച്ചി. പോടാ. അവൻ പറയുന്നത് കേട്ട് അല്പം തെളിഞ്ഞ മുഖത്തോടെ പത്മജ അവന്റെ കയ്യിലടിച്ചു.
അതെ, മതി മതി പിണക്കമൊക്കെ. പത്മ, വാടോ താൻ. അവര് ഹോസ്പിറ്റലിലേക്ക് എത്തും മുന്നേ അങ്ങോട്ട് എത്തണ്ടേ? പ്രവീൺ ചോദിച്ചു. ആ വരുന്നു അഗ്നി, എന്നാ ഞങ്ങൾ ഇറങ്ങുക, പത്മജ പറഞ്ഞു. ശരി ആന്റി, പിന്നെ അവളെ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യണം, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. പക്ഷെ ആ കുട്ടിയുടെ കണ്ടീഷൻ, അവരെന്തോ പറയാൻ ശ്രമിച്ചു. കുഴപ്പമില്ല, അവൻ അത്രേ പറഞ്ഞുള്ളൂ. ഉം. പത്മജ മൂളിക്കൊണ്ട് അവരുടെ ബാഗ് എടുത്ത് പെട്ടെന്ന് പുറത്തേക്ക് പോയി. ശരി അഗ്നി, പ്രവീൺ അഗ്നിയുടെ പുറത്ത് തട്ടി. ശരി അങ്കിൾ, അവനും പറഞ്ഞു. പ്രവീണിന്റെ അപ്പൂന്റെ കാർ കൗസ്തുഭം കടന്ന് പുറത്തേക്ക് പോയതും ഡോറടച്ച അഗ്നി അവന്റെ റൂമിലേക്ക് നടന്നു. ജ്വാല പതിയെ കണ്ണുകൾ തുറന്നു. റൂമിൽ ഡിം ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. അവളുടെ കണ്ണുകൾ ചുറ്റും അഗ്നിക്കായി തിരഞ്ഞു. പക്ഷേ അവൻ അവിടെയെങ്ങും കണ്ടില്ല. അവൾ പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. കൈകൾ തലയിൽ അമർന്നു. അല്പം മുൻപ് എന്തൊക്കെയാണ് നടന്നതെന്ന് അവൾ വീണ്ടും ഓർത്തു നോക്കി. എന്തുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്റെ ചേച്ചിയാ, ആ ഇഷ്ടവും ബഹുമാനവും എന്നും കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ എന്റെ ദേവേട്ടനെ കൊല്ലാൻ അവള് കൂടി കൂട്ടുനിന്നൂന്ന്. ജ്വാലയുടെ മുഖം ചുവന്നു. ഇല്ല, ഇനി എനിക്ക് അങ്ങനെ ഒരു ചേച്ചി ഇല്ല. ഇനി ഞങ്ങൾക്കിടയിലേക്ക് വന്നാ കൊന്നുകളി അവളെ ഞാൻ. ജ്വാല പല്ല് കടിച്ചു. പതിയെ അവൾ ഹെഡ്രസ്റ്റിലേക്ക് തലചാരി വെച്ച് കണ്ണുകൾ അടച്ചു. അവളുടെ ഓർമ്മകൾ മണിക്കൂറുകൾക്ക് മുന്നേയുള്ള നിമിഷത്തിലേക്ക് പോയി. അവളും അഗ്നിയും മാത്രമുള്ള അവരുടെ മാത്രം പ്രണയ നിമിഷത്തിലേക്ക്. അഗ്നിയുടെ ചുണ്ടുകൾ തന്റെ മാറിടത്തിലെന്തോ പരതി നടക്കുമ്പോൾ അവളുടെ കൈകൾ വിറയലോടെ അവന്റെ പുറത്ത് അമരുന്നുണ്ടായിരുന്നു. ഏറെ നേരം അവന്റെ മുഖം അവിടെ തന്നെ അമർന്നു കിടന്നു. പതിയെ അഗ്നി മുഖമുയർത്തി ജ്വാലയെ നോക്കി. തന്റെ പ്രണയലാളനയിൽ കണ്ണുകൾ കൂമ്പിയടച്ച് ചുണ്ടിൽ ചിരിയുമായി കിടക്കുന്നവളെ കണ്ട് അവൻ അവളോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി. അവൻ പെട്ടെന്നൊന്നുയർന്ന് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. പിടച്ചിലോടെ ജ്വാല കണ്ണുകൾ വലിച്ചു തുറന്നു. തന്റെ അത്രയും മുന്നിൽ അവന്റെ കണ്ണുകൾ. ജ്വാല അവനെ നോക്കി നാണത്തോടെ ചിരിച്ചു. ഇപ്പോ വേദന മാറിയോ? അവളുടെ മാറിടത്തിൽ താൻ കടിച്ച പാടിൽ തലോടിക്കൊണ്ട് അവൻ ആർദ്രമായി ചോദിച്ചു. ദേവേട്ടാ. ജ്വാല ചിണുങ്ങി. അത് കണ്ട പത്നിക്കും ചിരി വന്നു പോയി. അവൻ അവളുടെ ചുണ്ടിൽ പതിയെ ചുംബിച്ചുകൊണ്ട് പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. ഇങ്ങോട്ട് വാ, ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്ന് അവൻ അവളോട് പറഞ്ഞു. ജ്വാല ബെഡിൽ കൈകൊണ്ട് പരതി അവളുടെ വസ്ത്രം കണ്ടുപിടിച്ചു. അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി. നോക്കണ്ട, കണ്ണടക്കി. അവള് മുഖം വീർപ്പിച്ചു. ഓ, ഞാൻ കാണാത്ത നിധിയാണല്ലോ. അഗ്നി ചുണ്ടുകൊട്ടി. ദേവേട്ടാ, ജ്വാല നാണത്തോടെ വിളിച്ചു. ഓ ശരി എൻ്റെ പെണ്ണെ, ദേ ഞാൻ കണ്ണടച്ചു, നീ ഡ്രസ് ചെയ്യ്, അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചു. ജ്വാല അവനെ ഇടങ്ങണ്ണിട്ട് നോക്കി. അവൻ കണ്ണു തുറക്കുന്നുണ്ടോന്ന് നോക്കുകയാണ് പെണ്ണ്. കഴിഞ്ഞോ? അഗ്നി കണ്ണു തുറക്കാതെ തന്നെ ചോദിച്ചു. ഏയ് ഇല്ല, അവള് വെപ്രാളപ്പെട്ട് പറഞ്ഞുകൊണ്ട് വേഗം ഡ്രസ്സ് എടുത്തിട്ടു. ആ, ഇനി കണ്ണു തുറന്നോ? അവള് പറഞ്ഞതും അഗ്നി കണ്ണു തുറന്നു. ജ്വാല പെട്ടെന്ന് അവന്റെ മടിയിൽ കയറിയിരുന്നു. അഗ്നി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അതുവരെ പുഞ്ചിരിയോടെ ഇരുന്ന അവന്റെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു. എന്തേ ദേവേട്ടാ, എന്താ പെട്ടെന്ന് മുഖം മാറിയേ? സുരഭിയുടെ വന്നതിന് ശേഷം എന്റെ കുഞ്ഞ് നന്നായി വിഷമിക്കുന്നുണ്ടല്ലേ? അഗ്നി ചോദിച്ചു. ഏയ് അങ്ങനൊന്നുമില്ല ദേവേട്ടാ. പക്ഷെ ചേച്ചി ദേവേട്ടനോട് അത് കാണുമ്പോ എനിക്ക് സഹിക്കണില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ചേച്ചിയോട് സംസാരിക്കുമ്പോ എനിക്ക് ദേഷ്യം വരും, അല്ലാതെ സങ്കടമൊന്നുമില്ല. ജ്വാല ചിരിച്ചു. ആണോ? എന്നാ എന്റെ കുഞ്ഞിനെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ദേവേട്ടൻ പറഞ്ഞോട്ടെ. എന്താ ദേവേട്ടാ? അവൾക്ക് മനസ്സിലായില്ല. അത് നീയിന്ന് ഉറങ്ങിക്കഴിഞ്ഞാ സുരഭി എന്നെ വിളിക്കും. അവൾക്ക് എന്നോട് എന്തോ തനിച്ച് സംസാരിക്കാനുണ്ടെന്ന്. നീ അറിയരുതെന്നാ പറഞ്ഞിരിക്കുന്നേ. അഗ്നി പറഞ്ഞതും ജ്വാല ഞെട്ടി. പതിയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് ദേവേട്ടൻ അവരെ കാണാൻ പോവാണോ? അവളുടെ ചുണ്ടു വിതുമ്പി. അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി മൂളി. അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞുപോയി. അഗ്നി ആ കണ്ണിലേക്ക് തന്നെ നോക്കി. അവളെ ഞാൻ അങ്ങനെ തനിച്ചു പോയി കണ്ടു കരുതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഊഞ്ഞാ? എന്റെ കുഞ്ഞിന് ദേവേട്ടന് വിശ്വാസമില്ലേ? അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ച് അവന്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. എനിക്ക് ഒരുപാട് വിശ്വാസമാണല്ലോ. പക്ഷെ ചേച്ചി എന്തിനാ ദേവേട്ട ഇങ്ങനെയൊക്കെ? അവള് തേങ്ങലോടെ ചോദിച്ചു. അവൾക്കിപ്പോഴും എന്നെ ഇഷ്ടാ. അഗ്നി പെട്ടെന്ന് പറഞ്ഞതും ജ്വാല ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഏയ്, അത് നീ കരുതുന്ന പോലെയുള്ള ഇഷ്ടമല്ല കുഞ്ഞ. അവള് നീ കരുതുന്ന പോലെയുള്ള ഒരു പെണ്ണല്ല. ഡ്രഗ് അഡിക്റ്റാ സുരഭി. അതുമാത്രല്ല, അവൾക്ക് പല ആണുങ്ങളായിട്ടും തെറ്റായ രീതിയിലുള്ള ബന്ധമുണ്ട്. അവരുടെ കൂടെയൊക്കെ കഴിയുന്നത് പോലെ എൻ്റെ കൂടെയും ആ പന്നമോൾ ആഗ്രഹിക്കുന്നുണ്ട്. അഗ്നിയുടെ മുഖം വെലിഞ്ഞു മുറുകി. ജ്വാല പകപ്പോടെ അവനെ നോക്കി. അവൾക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചേച്ചി പക്ഷേ ഇത്രയും മോശം? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. അതെ, അതുമാത്രല്ല, നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. എല്ലാം ഞാൻ സമയം പോലെ എൻ്റെ കുഞ്ഞിന് പറഞ്ഞു തരാം. എനിക്കെന്തോ പേടി തോന്നുന്നു ദേവേട്ടാ. എന്തിനാ? ഞാനില്ലേ കൂടെ? അവൻ അവളുടെ തലമുടി തഴുകി. ഉണ്ട്, പക്ഷേ അവൾ പറഞ്ഞു വന്നത് ഒന്ന് നിർത്തി.
ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ സുരഭി എന്നെ വിളിക്കും. ഇന്നവള് പുറത്തു പോയിരുന്നല്ലോ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അത് പുതിയ ഫോൺ വാങ്ങാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവൾ എന്നെ ഉറപ്പായിട്ടും വിളിക്കും. അഗ്നി ഗൗരവത്തോടെ പറഞ്ഞതും ജ്വാല മൂളി. അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പക്ഷേ ഞാൻ മാത്രം കേട്ടാ പോരാ, എന്റെ കുഞ്ഞനും കേൾക്കണം. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. അഗ്നി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഞാൻ നിന്നോടൊരു കാര്യം മറച്ചു വെക്കുന്നുണ്ട് കുഞ്ഞ. അവൾ അവനെ മുഖം ചുളിച്ചു നോക്കി. അന്ന് തന്നെ അപകടപ്പെടുത്താൻ നോക്കിയതിൽ സുരഭിക്കുള്ള പങ്കാണ് അഗ്നി ഉദ്ദേശിച്ചത്. എന്താ ദേവേട്ടാ? അവൾക്ക് മനസ്സിലായില്ല. അത് ഞാനല്ല, സുരഭി പറയും. പറഞ്ഞാ മതി നീ. അവനും പറഞ്ഞു. എന്നോട് സുരഭിച്ച് പറയോ? അവളുടെ അടുത്ത സംശയം. അഗ്നിയുടെ ചുണ്ടിൽ പുച്ചശിരി എറിഞ്ഞു. അവൾ അങ്ങനൊന്നും പറയില്ല കുഞ്ഞ. പക്ഷെ ഞാൻ പറയിപ്പിക്കും അവളെ കൊണ്ട്. അവളുടെ വായിന്ന് തന്നെ നീ അത് കേൾക്കണം. അഗ്നിയുടെ ശബ്ദം വല്ലാതെ കനത്തു. ജ്വാലയ്ക്ക് ഒന്നും അങ്ങോട്ട് കലങ്ങിയില്ല. എങ്കിലും അവൾ പതിയെ തലയാട്ടി. ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു. വാ, കുറച്ചു നേരം നമുക്ക് കിടക്കാം. ബാക്കിയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അവൻ അവളുടെ കവിളിൽ പതിയെ കടിച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാല ചിരിയോടെ തലയാട്ടി. പതിയെ ബെഡിലേക്ക് കിടന്ന് അവന്റെ നെഞ്ചോട് ചേരുമ്പോഴും എന്താവും ദേവേട്ടൻ തന്നീന്ന് മറച്ചു വെക്കുന്ന ആ കാര്യമെന്ന ചിന്തയായിരുന്നു ജ്വാലയുടെ മനസ്സിൽ. പതിയെ എപ്പോഴോ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ഇടയ്ക്കെപ്പോഴോ അഗ്നി ഒന്ന് ഉണർന്നു. അവൻ തനിക്കരികിൽ കിടക്കുന്ന ജ്വാലയൊന്ന് നോക്കിക്കൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്ന് ഫോൺ എടുത്ത് നോക്കി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അറിയാത്തൊരു നമ്പറിൽ നിന്നുള്ള മിസ് കോൾ ഉണ്ട്. അത് സുരഭി ആയിരിക്കുമെന്ന് അഗ്നി ഊഹിച്ചു. അവളുടെ മെസ്സേജ് കണ്ടതോടുകൂടി അവനത് ഉറപ്പിച്ചു. മനസ്സിൽ അവൻ പല കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഫോൺ മാറ്റിവെച്ച് അവൻ ബെഡിൽ നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന ജ്വാലയുടെ മുഖത്തിനടുത്തേക്ക് താഴ്ന്നു വന്ന് അവളുടെ കവിളിൽ ഒന്ന് ചുംബിച്ചു. ജ്വാല പെട്ടെന്ന് കണ്ണുകൾ വെട്ടിത്തുറന്നു. ആഹാ, ഉറങ്ങിയില്ലായിരുന്നോ? അഗ്നി സ്നേഹത്തോടെ ചോദിച്ചു. ഉറങ്ങിയതാ, അവള് പതിയെ പറഞ്ഞു. അഗ്നി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ അവളുടെ ഫോൺ കയ്യിലെടുത്ത് അതീന്ന് അവന്റെ ഫോണിലേക്ക് കോള് ചെയ്തു. ഇത് എന്താ കാട്ടണേ ദേവേട്ടാ? അവള് സംശയത്തോടെ ചോദിച്ചു. അവൻ അവളുടെ ഫോൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഈ കോള് കട്ട് ചെയ്യരുത്. ഞാനും സുരഭിയും സംസാരിക്കുന്നതെല്ലാം നീ കേൾക്കണം, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. ജ്വാല തലയാട്ടി. അവൻ അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു. ടെൻഷൻ ആവണ്ട കേട്ടോ, ദേവേട്ടൻ ദാ അപ്പുറത്തെ റൂമിലുണ്ടാവും. ശരി, അവള് പുഞ്ചിരിച്ചു. ഒരിക്കൽ കൂടി അവളുടെ കവിളിൽ ഒന്ന് തഴുകിക്കൊണ്ടവൻ പതിയെ ബെഡിന്ന് താഴേക്കിറങ്ങി. ജ്വാല അപ്പോഴും സംശയത്തോടെ അവനെ നോക്കിക്കിടന്നു, ഒന്നും മനസ്സിലാവാതെ. എങ്കിലും ഫോൺ ചെവിയിലേക്ക് ചേർത്തവൾ അങ്ങനെ തന്നെ കിടന്നു. ജ്വാല പതിയെ ഓർമ്മകളിൽ നിന്നുണർന്നു. സുരഭി ദേവേട്ടനോട് എന്തൊക്കെയാ പറഞ്ഞേ? ഞാനും കിച്ചു തമ്മില് ഛേ. അവള് ദേഷ്യത്തോടെ കൈചുരുട്ടി ബെഡിലിടിച്ചു. ജ്വാല പ്രണയിച്ചത് ദേവേട്ടനെ മാത്ര. എന്നിട്ടും അവൾക്ക് എങ്ങനെ തോന്നി അങ്ങനെയൊക്കെ പറയാൻ? ഒക്കെ കേട്ടപ്പോ അപ്പൊ തന്നെ ഇറങ്ങിച്ചെന്ന് അവൾക്കിട്ട് കൊടുക്കാൻ തോന്നിയതാ. പക്ഷെ അപ്പോഴേക്കും അവളുടെ നിലവിളി അവിടെ ഉയർന്നിരുന്നു. അതവൾക്ക് ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവാൻ തോന്നിയില്ല. പക്ഷെ പെട്ടെന്ന് അന്നത്തെ ആക്സിഡന്റിനെ കുറിച്ച് ദേവേട്ടൻ അവളോട് ചോദിക്കുന്ന കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അവളുടെ ശബ്ദത്തിലെ പേടി അവൾക്കും അന്നത്തെ സംഭവത്തിൽ പങ്കുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. കരഞ്ഞുപോയി ഞാൻ. എന്റെ ദേവേട്ടനെ കൊല്ലാൻ സഹിക്കാൻ കഴിഞ്ഞില്ല. അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. കോള് കട്ട് ചെയ്ത് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു ടേബിളിലിരിക്കുന്ന ദേവേട്ടന്റെ ബെൽറ്റ് കണ്ടേ. എന്തോ ആ നിമിഷം അങ്ങനെ തോന്നിയേ. അവളെ കൊന്നു കളയാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ആ ബെൽറ്റ് വലിച്ചെടുത്ത് ആ റൂമിലേക്ക് പായുമ്പോൾ സകല നിയന്ത്രണവും വിട്ടുപോയിരുന്നു. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവളുടെ കൈകൾ ഉയർത്തി നോക്കി. ഞാനാണോ ഇങ്ങനെയൊക്കെ ചെയ്തേ? അവൾക്ക് അത്ഭുതം തോന്നി. പതിയെ അവളൊന്ന് ചിരിച്ചു. അതെ, ഞാൻ തന്നെ. ഞാൻ അത്രത്തോളം എൻ്റെ ദേവേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ പ്രാണനാ. ആ പ്രാണനെ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞതും ജ്വാല കണ്ണുകൾ അമർത്തി തുടച്ചു. അവളുടെ കണ്ണുകൾ ചുറ്റും അഗ്നിയെ തിരഞ്ഞു. ഡോർ അകത്തേക്ക് അടച്ചിട്ടിട്ടുണ്ട്. അവളുടെ നോട്ടം ബാൽക്കണിയിലേക്ക് പോയി. ദേവേട്ടാ, പതിഞ്ഞ ശബ്ദത്തിൽ അവള് വിളിച്ചു. അഗ്നി പെട്ടെന്ന് അവിടെ നിന്ന് അകത്തേക്ക് കയറി വന്നു. എണീറ്റോ? അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു. ജ്വാല അവനെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. എന്തെങ്ങനെ നോക്കുന്നെന്റെ കുറുമ്പി? അഗ്നി അവൾക്കടുത്തായി ഇരുന്ന് അവളുടെ കവിളിപ്പിച്ചി. ജ്വാല പെട്ടെന്ന് അവന് നേരെ അവളുടെ രണ്ട് കൈകൾ ഉയർത്തി. എടുക്ക്, അവള് പറഞ്ഞതും അഗ്നി ചിരിയോടെ തലയാട്ടി അവളെടുത്ത് അവന്റെ മടിയിലേക്ക് ഇരുത്തി. ജ്വാല അവന്റെ മുഖം മുഴുവൻ ചുണ്ടമർത്തി. പേടി, സങ്കടം എല്ലാം ആ ചുംബനത്തിലുണ്ടായിരുന്നു. അത് അഗ്നിക്ക് മനസ്സിലായിരുന്നു. എനിക്കൊന്നുമില്ല കുഞ്ഞ, അവൻ ആർദ്രമായി പറഞ്ഞു. ജ്വാല ഒന്നും മിണ്ടാതെ അവന്റെ കഴുത്തിടയിലേക്ക് മുഖം പൂഴ്ത്തി അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു. അഗ്നി അവളെ തന്നിലേക്ക് ചേർത്തമർത്തി അവളുടെ തലമുടിയെ ചുംബിച്ചു. തുടരും.